സിറിയയിൽ കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതകൾ വർദ്ധിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികൾ വ്യാപകമായി ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൈന്യത്തിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി വ്യക്തമാക്കി. കുട്ടികളെ തടവിലാക്കി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതായും ആഭ്യന്തര യുദ്ധത്തിൽ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷകർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗികാവയവങ്ങളിൽ വൈദ്യുതാഘാതമേൽപ്പിക്കുക, നഖങ്ങൾ പറിച്ചെടുക്കുക, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, ഇരുമ്പ് കമ്പികൾ കൊണ്ട് മർദ്ദിക്കുക, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക തുടങ്ങി കൊടിയ പീഡനങ്ങൾക്ക് കുട്ടികളെ ഇരയാക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 11 വയസ്സിൽ താഴെയുള്ളവർ പോലും കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകുന്നതായാണ് റിപ്പോർട്ട്. കുട്ടികളെ ഇത്തരം പീഡനങ്ങൾക്കിരയാക്കി കുടുംബത്തിലെ വിമത പോരാളികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ് സൈന്യം ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറിയൻ സർക്കാരിനെയും വിമതരെയും ഒരുപോലെ ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം വാദങ്ങൾ സിറിയൻ സർക്കാരും വിമതരും നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.